ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ പഴയകാല ആക്ടറായിട്ടുള്ള സുകുമാരനെ പറ്റിയുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. മലപ്പുറം ജില്ലയിലെ പൊന്നാനി താലൂക്കിലെ എടപ്പാൾ വില്ലേജിലെ പൊന്നാങ്കുഴി വീട്ടിൽ പരമേശ്വരൻ നായരുടെയും സുഭദ്രാമ്മയുടെയും മകനായി 1948 ജൂൺ 10 ജനനം. ഡോക്ടർ സേതുമാധവൻ, ഡോക്ടർ ശിവദാസൻ, സതീദേവി എന്നിവർ ഇളയ സഹോദരങ്ങളാണ്. സെൻറ് തോമസ് HSS പാല, ചർച്ച് മിഷൻ സൊസൈറ്റി HSS തൃശ്ശൂർ എന്നിവിടങ്ങളിൽ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ സുകുമാരൻ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നും ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ സ്വർണ്ണ മെഡലോടെ മാസ്റ്റർ ബിരുദം നേടി. പഠനശേഷം ഗവൺമെൻറ് കോളേജ്, കാസർഗോഡ് സ്കോട്ട് ക്രിസ്ത്യൻ കോളേജ്, നാഗർകോവിൽ കോളേജുകളിൽ എന്നിവിടെ അധ്യാപകനായി ജോലി ചെയ്തു. MD വാസുദേവൻ നായർ തിരക്കഥ എഴുതി 1973 റിലീസായ നിർമാല്യം എന്ന സിനിമയിലൂടെയാണ് സുകുമാരൻ മലയാള ചലച്ചിത്ര രംഗത്തെത്തിയത്. നിർമാല്യം ദേശീയ പുരസ്കാരം നേടുകയും മലയാളത്തിലെ എക്കാലത്തെയും മികച്ച ചിത്രങ്ങളിലൊന്നായി എണ്ണപ്പെടുകയും ചെയ്തു. അതിലെ അപ്പുവായി അഭിനയിച്ച സുകുമാരനും ശ്രദ്ധിക്കപ്പെട്ടു. ഇതിനിടെ ഏതാനും ചിത്രങ്ങളിൽ അഭിനയിച്ചെങ്കിലും ബേബി സംവിധാനം ചെയ്ത 1977 റിലീസായ ശംഖുപുഷ്പം എന്ന സിനിമയിലെ ഡോക്ടർ വേണു എന്ന കഥാപാത്രം സുകുമാരൻ എന്ന പുത്തൻ താരോദയത്തിന് തുടക്കം കുറിക്കുകയായിരുന്നു. MD വാസുദേവൻ നായർ തന്നെ തിരക്കഥ എഴുതി വളർത്തുമൃഗങ്ങൾ, വാരിക്കുഴി, വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ, ഉത്തരം എന്നീ ചിത്രങ്ങളിലും സുകുമാരൻ അഭിനയിച്ചു. MD വാസുദേവൻ നായർ സംവിധാനം ചെയ്ത ബന്ധനം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് 1978 സുകുമാരന് ലഭിച്ചു. പഴയ മാമൂലുകളെ ചോദ്യം ചെയ്തുകൊണ്ട് ധിക്കാരിയെപ്പോലെയാണ് സുകുമാരൻ മലയാള സിനിമയിൽ കയറി വന്നത്. 1970, 1980 കാലഘട്ടങ്ങളിൽ രാഷ്ട്രീയത്തിലും കലയിലും പുതിയ ചെറുപ്പക്കാർ കടന്നുവന്ന് പഴയ സങ്കല്പങ്ങളെ ചോദ്യം ചെയ്യുന്ന ഒരു കാലമായിരുന്നു അത്. കത്തിക്കയറുന്ന ഡയലോഗ് ഡെലിവറിയാണ് മലയാള സിനിമയിൽ സുകുമാരനെ ശ്രദ്ധേയനാക്കിയത്. കോളിളക്കം, അങ്ങാടി, ചാകര, ആക്രമണം, അഗ്നിശരം, അവളുടെ രാവുകൾ, മനസാ വാചാ കർമ്മണ, സ്ഫോടനം എന്നീ സിനിമകളിലൊക്കെ സുകുമാരൻ്റെ ഡയലോഗിൽ അന്നത്തെ യുവതലമുറ ആഘോഷമാക്കിയ ചിത്രങ്ങളാണ്. അക്കാലത്തെ മലയാള സിനിമയിൽ ഡയലോഗിൻ്റെ കാര്യത്തിൽ മേലാളന്മാരുടെ മുഖത്തു നോക്കി 4 വർത്തമാനം പറയാൻ ധൈര്യപ്പെട്ട സുകുമാരനെ യുവതലമുറ താരമാക്കി ഉയർത്തി. വാണിജ്യ പ്രാധാന്യമായ ചിത്രങ്ങളിലെ വേഷങ്ങൾക്കൊപ്പം തന്നെ അഭിനയ സാധ്യതയുള്ള കഥാപാത്രങ്ങളും സുകുമാരനെ തേടിയെത്തി. 1980 ക്യാമ്പസ് ഹിറ്റായിരുന്ന ശാലിനി എൻ്റെ കൂട്ടുകാരി എന്ന സിനിമയിൽ സുകുമാരൻ അവതരിപ്പിച്ച കോളേജ് അധ്യാപകനായ ജയദേവൻ അത്തരത്തിൽ ഒരു കഥാപാത്രമായിരുന്നു. 1980കളുടെ തുടക്കത്തോടെ മമ്മൂട്ടി, മോഹൻലാൽ തുടങ്ങിയ പുതിയ താരനിര ഉദിച്ചുയർന്നതോടെ സോമൻ, സുകുമാരൻ എന്നീ മുൻനിര നായകന്മാർക്ക് പിന്മാറേണ്ടതായി വന്നു. തൻ്റേതായ സാന്നിധ്യം ഉറപ്പിക്കുന്ന രംഗങ്ങളിലേക്ക് സുകുമാരൻ വളരെ പെട്ടെന്ന് വഴിമാറി. അക്കാലങ്ങളിൽ സുകുമാരൻ അവതരിപ്പിച്ച ന്യായവിധിയിലെ മാക്ഫേഴ്സ് സാഹിബ്, വിറ്റ്നസ്സിലെ CI തോമസ് മാത്യു, കാർണിവലിലെ ചന്ദ്രപ്പൻ ഭായ്, ആവനാഴിയിലെ വക്കീൽ, കോട്ടയം കുഞ്ഞച്ചിലെ കോര, ഉത്സവപ്പിറ്റേന്നിലെ ഏട്ടൻ തമ്പുരാൻ, ഓഗസ്റ്റ് 1 മുഖ്യമന്ത്രി തുടങ്ങിയ വേഷങ്ങൾ നായകനല്ലെങ്കിലും നായക പ്രാധാന്യമുള്ളവയായിരുന്നു. 1988 ഒരു CBI ഡയറിക്കുറിപ്പിലും 1989 അതിൻ്റെ തുടർച്ചയായ ജാഗ്രതയിലും സുകുമാരൻ അവതരിപ്പിച്ച DYSP P ദേവദാസ് എന്ന കഥാപാത്രം പറയുന്ന ഡയലോഗുകളൊക്കെ പ്രേക്ഷകർ ഇന്നും സുപരിചിതമാണ്. കോളേജ് അധ്യാപന ജോലി രാജിവെച്ച് സിനിമയിലെത്തിയ സുകുമാരൻ ഒരു വർഷം 40 ചിത്രങ്ങളിൽ വരെ അഭിനയിച്ച കാലമുണ്ടായിരുന്നു. എല്ലാ സിനിമകളുടെയും ഒരു പ്രത്യേകത സുകുമാരൻ്റെ കഥാപാത്രത്തെ മാറ്റി നിർത്തി ആ ചിത്രത്തെ ഓർക്കാനാവില്ല എന്നതാണ്. 1973 മുതൽ 1997 വരെയുള്ള 24 വർഷം നീണ്ട അഭിനയ ജീവിതത്തിൽ ഏകദേശം 250ഓളം ചിത്രങ്ങളിൽ വേഷമിട്ട സുകുമാരൻ 2 സിനിമകളിൽ നിർമ്മാതാവായും പ്രവർത്തിച്ചു. ഇരകൾ 1985, പടയണി 1986 എന്നിവയാണ് ആ സിനിമകൾ. 1973 നിർമ്മാല്യത്തിൽ അപ്പുവിൽ തുടങ്ങി 1997 വംശത്തിൽ കുരിശിങ്കൽ വക്കച്ചൻ വരെയുള്ള കഥാപാത്രങ്ങളെ അനശ്വരമാക്കിയ സുകുമാരൻ 49ാമത്തെ വയസ്സിൽ 1997 ജൂൺ 16 ഹൃദയാഘാതത്തെ തുടർന്ന് അന്തരിച്ചു. അഭിനയ ജീവിതം 1/4 നൂറ്റാണ്ട് തികയ്ക്കാനിരിക്കെയാണ് സുകുമാരൻ വിടവാങ്ങിയത്. അദ്ദേഹത്തിൻ്റെ ഭാര്യ മല്ലിക സുകുമാരൻ, മക്കൾ പൃഥ്വിരാജ് സുകുമാരൻ, ഇന്ദ്രജിത്ത് സുകുമാരൻ. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു നടൻ്റെ പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.